കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു കാർ ആക്സിഡന്റ് ആവുകയാണ്. എന്നാൽ ഈ അപകടത്തിന് ശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള വിക്ടർ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. എന്നാൽ അവനിപ്പോ ഉള്ളത് ആ ഒരു കാറിലോ ആ ഒരു സ്ഥലത്തോ അല്ലായിരുന്നു, പകരം അവന്റെ തന്നെ മുറിയിലാണ്. മാത്രമല്ല, അവൻ നോക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ബിൽഡിംഗ് സമുച്ചയത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. അതായത് ഒരു സിറ്റിയുടെ പ്ലാൻ. അതിന്റെ ഒരു മിനിയേച്ചർ ഫോം അവൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലൊന്നും ഇതുപോലെ ഒരു സിറ്റി ഉണ്ടാവാൻ പോകുന്നില്ല. വളരെയധികം ഫ്യൂച്ചറിലുള്ള ഒരു പ്രത്യേകതരം ഒരു ബിൽഡിംഗ് ആണ്. വല്ലാതെ ദാഹിച്ചപ്പോൾ വിക്ടർ വെള്ളം കുടിക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ അതിന്റെ മുകളിലായിട്ട് ഒരു പേപ്പർ വീണ് കിടക്കുന്നുണ്ട്. പതിയെ അത് മാറ്റി നോക്കിയപ്പോൾ എന്തോ ഒരു വലിയ കറ പോലെ ഒരു ബ്ലാക്ക് നിറത്തില് ആ ഒരു ഫ്രിഡ്ജ് പൂർണ്ണമല്ലായിരുന്നു. എന്നാൽ ഈ വിക്ടർ നോക്കിയപ്പോൾ അത് പൂർണ്ണമായി വരുന്നുണ്ട്. ഇതിനുശേഷം താഴെ ഒരു തുണി ഉണ്ടായിരുന്നു. പതിയെ അതിലൊന്ന് ചവിട്ടിപ്പോയപ്പോൾ അതൊന്ന് നീങ്ങിപ്പോവുകയാണ്. അപ്പോ ഇതിന്റെ അടിഭാഗം അതുപോലെ തന്നെ പൂർണ്ണമായിരുന്നില്ല. അതിങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പിന്നീട് ആ റൂമിന്റെ സീലിംഗിലേക്ക് നോക്കിയപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. അതും പൂർണ്ണമല്ലായിരുന്നു. അവൻ നോക്കിയപ്പോൾ അതും പൂർണ്ണമായി ഉണ്ടായി വരുന്നു. അവനാകെ പേടിച്ചുപോയി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ആശാന്, ഇതെന്താ ഇവിടെ? ഞാൻ നോക്കുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല. അതുപോലെ തന്നെ അതിങ്ങനെ ഉണ്ടായി വരുന്നു. ഇപ്പോഴാണ് വിക്ടർ ആ മനുഷ്യനെ നോക്കുന്നത് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു മനുഷ്യന്റെ പൂർണ്ണ രൂപം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. ഇതും കൂടിയായപ്പോൾ വിക്ടർ ഒന്നും നോക്കിയില്ല. ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. നേരെ പുറത്തേക്ക് വന്നു. പുറത്തെ ലോകത്തെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അവൻ അങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭൂമിയല്ല, മറ്റെന്തോ ആണ്. കാരണം ഇവിടെ ഗ്രാവിറ്റി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ബിൽഡിങ്ങുകൾ നിൽക്കുന്നത് നോക്കിയേ, ഒന്ന് തലകുത്തനെ, ഒന്ന് ആകാശത്ത്, ഒന്ന് സൈഡില്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിന്നി കിടക്കുന്നത് പോലെ. ഇത് മറ്റെന്തോ ഡിഫറെന്റ് ആയിട്ടുള്ള വേൾഡാണ്. മാത്രമല്ല, അമേരിക്കയിൽ നമ്മൾ കാണുന്ന ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ലണ്ടനിൽ കാണുന്നത്, ചൈനയിൽ കാണുന്നത്, അങ്ങനെ പലതരം ബിൽഡിങ്ങുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ അവിടെ തന്നെ വലിയൊരു ബിൽഡിംഗ് അവൻ കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു ബിൽഡിംഗ് പൂർണ്ണമല്ലായിരുന്നു. അവൻ നോക്കിയപ്പോൾ പതിയെ ആ ഒരു ബിൽഡിംഗ് പൂർണ്ണമായിട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരു വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഒരു പ്രത്യേകതരം കറുത്ത രൂപമുണ്ട്. അത് ഈ വിക്ടറിനെ കാണുകയാണ്. അത് പിന്നീട് നേരെ വിക്ടറിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. അവനാകെ പേടിച്ചു പോയി. അതവനെ കൊല്ലുമെന്ന അവസ്ഥയിൽ വന്നപ്പോൾ പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുകയാണ്. ഒരു 3 പേർ അങ്ങോട്ടേക്ക് വന്നു. വിക്ടറിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഒരു പ്രത്യേകതരം രൂപമുണ്ടോ എന്ന് ചോദിച്ചാല് ഒരു കറുത്ത രൂപം. അതിന്റെ ദേഹത്തുനിന്ന് എന്തൊക്കെയോ പാറി ഒലിക്കുന്നത് പോലെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപം. ഈ വന്നതിൽ പ്രധാനിയായിട്ടുള്ള ആള് ഫാൻഡം, അതാണ് അവന്റെ പേര്. അവൻ ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരൊറ്റ ചവിട്ടാണ്. അത് തെറിച്ചു പോയിട്ട് ആ ഒരു ജീവിയുടെ മീത്ത് തട്ടി നിൽക്കുകയാണ്. കുറച്ചു നേരത്തേക്ക് അതിനി എഴുന്നേക്കില്ല.